നമസ്കാരം. ഏഷ്യൻ രാജ്യങ്ങളുടെ ആ സ്വപ്ന റൺ ഇന്ന് അവസാനിച്ചു. ഇറാഖിനെ 4-1 നോർവേ പരാജയപ്പെടുത്തിയത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നോർവേ ഒരു മത്സരത്തിൽ 4 ഗോൾ അടിക്കുന്നത്. യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിലും ഫിഫ വേൾഡ് കപ്പിലുമായി അവരുടെ 12ാമത്തെ മത്സരമാണ്. പ്രധാന ടൂർണമെന്റിൽ ആദ്യമായിട്ടാണ് അവർ 4 ഗോൾ ഒരൊറ്റ മത്സരത്തിൽ അടിക്കുന്നത്. നോർവേക്ക് വേണ്ടി ലോകകപ്പ് അരങ്ങേറ്റത്തിൽ ഒന്നിലധികം ഗോൾ നേടുന്ന ആദ്യത്തെ താരമാണ് എർലിംഗ് ഹാലൻഡ്. അവസാന 11 കോമ്പറ്റീറ്റീവ് മത്സരങ്ങളിലായി നവംബർ 2024 മുതൽ കളിച്ചിട്ടുള്ള എല്ലാ കോമ്പറ്റീറ്റീവ് മത്സരങ്ങളിലും ഹാലൻഡ് ഗോൾ അടിച്ചിട്ടുണ്ട്. 13 ഗോളാണ് അവസാന 5 കോമ്പറ്റീറ്റീവ് മത്സരങ്ങളിൽ എർലിംഗ് ഹാലൻഡ് നോർവേക്ക് വേണ്ടി നേടിയിരിക്കുന്നത്. നോർവേയുടെ പ്രതിരോധ നിര താരം ലിയോ ഉസ്റ്റിഗോർ തന്റെ 39ാം അന്താരാഷ്ട്ര മത്സരത്തിലാണ് 2ാം രാജ്യാന്തര ഗോൾ നേടിയത്. ലോകകപ്പ് അരങ്ങേറ്റത്തിൽ അദ്ദേഹവും ഗോളോടുകൂടി തന്നെ തുടങ്ങി. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ 12 ഗോളുമായി ഇറാഖിന്റെ ടോപ്പ് സ്കോറർ ആയിരുന്നു ഐമൻ ഹുസൈൻ. നോർവേക്കെതിരെ അദ്ദേഹം നേടിയ ഗോൾ ഇറാഖിന്റെ ചരിത്രത്തിലെ തന്നെ 2ാമത്തെ ഗോളാണ് ലോകകപ്പിൽ. 1986 ബെൽജിയത്തിനോട് 1-2 തോറ്റപ്പോഴാണ് ഇതിനു മുമ്പ് അവർ ഗോളടിച്ചത്. നിർഭാഗ്യവശാൽ ഐമൻ ഹുസൈന്റെ പേരിലാണ് ഈ മത്സരത്തിലെ ഓൺ ഗോളും ചേർക്കപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ കണക്കുകളും വസ്തുതകളുമായി ഉടനെ കാണാം.